ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഫ്രഷ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെ നല്ല സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഈ ഒരു ബട്ടർ ചിക്കൻ ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബട്ടർ ചിക്കൻ ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ അധികം എരിവ് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും. ബട്ടർ ചിക്കന് ഒരു ഓറഞ്ച് കളറാണല്ലോ നമ്മളുടെ ഒരു ബട്ടർ ചിക്കന് സാധാരണ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ വിനീഗറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിനീഗറിന് പകരം നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്താലും മതി. പിന്നെ ചിലർ തൈര് ചേർക്കും ഈ ബട്ടർ ചിക്കൻ്റെ മാരിനേഷൻ സമയത്ത്. പക്ഷേ ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് തൈര് ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതാകുമ്പോൾ ഈ മസാലയൊക്കെ അതിൽ നന്നായി പിടിക്കും. അതായത് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്നുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആവശ്യമില്ല. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു കറുവാപ്പട്ടയും 1 ഗ്രാമ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നീളത്തിലരിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നീളത്തിലരിഞ്ഞതായാലും വട്ടത്തിലരിഞ്ഞതായാലും അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഈ സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ബട്ടർ ചിക്കന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പച്ചമുളകായാലും മുളക് പൊടിയായാലും ഒക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഉള്ളി വല്ലാതെ അങ്ങ് വാട്ടിയെടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 5-6 അണ്ടിപ്പരിപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. പക്ഷേ അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുമ്പോഴേ നമ്മളുടെ ഗ്രേവിക്ക് ആ ഒരു തിക്നെസ് കിട്ടുള്ളൂ. കാരണം നമ്മളിതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതില്ലാതെ ചെയ്യുന്നതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതേ പാനിലേക്ക് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായി. അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഡീപ്പ് ഫ്രൈ വേണ്ട കേട്ടോ. ഒരു 80 to 85% കുക്കായി വന്നാൽ മതി. ഈ ഒരു പരുവം എത്തുമ്പോഴേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സവാള തക്കാളിയുടെ ആ ഒരു മിക്സ് ഞാനിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല. അത് നരഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ.
അപ്പം ഞാനിപ്പോൾ ആ ഒരു മിക്സ് ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്തത് സാൾട്ടഡ് ബട്ടർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ സവാള വഴറ്റുന്ന സമയമുണ്ടല്ലോ അപ്പോഴും തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ ഗ്രേവിയിലും ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ബട്ടർ ചിക്കൻ എന്ന് പറയുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ പീസൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കസൂരി മേത്തിയാണ് കേട്ടോ ചേർക്കുന്നത്. കസൂരി മേത്തിയാണ് ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു മണവും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്. കസൂരി മേത്തി ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഞാൻ ചേർത്തത് ഇപ്പോൾ ഫ്രഷ് ക്രീമിന് പകരമുള്ള സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ 10 കാഷ്യൂനട്ടും കുറച്ച് തേങ്ങ ചിരകിയതും ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തതാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചേർക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിന് പകരം കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് തേങ്ങ ചിരകിയതും, ഒരുപാട് തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ ചിരകിയതും ഒരു തുള്ളി വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാഷ്നട്ട് പേസ്റ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഗാർണിഷ് ചെയ്യാനായിട്ട്, അതാണ് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാണ് ഈ മെൽറ്റായി വരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.